ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. എൻ്റെ പേര് സമൃദ്ധ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ ആമസോൺ റിവർ പാർക്കിലോട്ടാണ് ഗായ്സ് വന്നേക്കുന്നത്. ഗായ്സ്, നിങ്ങൾക്ക് ഞാനിപ്പോൾ റിവർ കാണിച്ചു തരാം ഗായ്സ്. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ആമസോൺ റിവർ ക്ലോസ് ആക്കി അവർ. വെള്ളം ഇത്രയും പൊങ്ങിയത് കൊണ്ടാണ് ഗൈസ് അവർ ക്ലോസ് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്ലേസസ് നടന്ന് കാണിച്ചു തരാം ഗൈസ്. സോ ഗൈസ്, കണ്ടോ ഗൈസ്, ഇവിടെ ഒരു ആൻറ്റി യോഗ ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് ഇനിയൊരു കാര്യം കാണിച്ചു തരാം ഗൈസ്. ഇവിടെ കിളികൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അവിടെയും വെച്ചിട്ടുണ്ട്, ഇവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട് ഗൈസ്. അവിടെ കണ്ടോ ഗൈസ്, കുറച്ച് നേരം നടക്കുന്നു. പിന്നെ പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങി ഗൈസ്. കണ്ടോ, ഈ പൂക്കൾ കാണാൻ എന്ത് ഭംഗിയല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഇത് ഏത് ചെടിയാണെന്നറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഗൈസ്. എനിക്ക് ഒട്ടും ഇത് മനസ്സിലാവുന്നില്ല ഇത് ഏത് ചെടിയാണ്. പക്ഷേ ഇതിന് നല്ല മണമുണ്ട്. കാണാൻ ഇതുപോലെ ഇരിക്കുന്നുണ്ട്. അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ ഗൈസ്. നല്ല മണമുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വാക്കിംഗ് ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു കൊച്ചു ജിമ്മുണ്ട് ഗൈസ്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്, കണ്ടോ, കൊച്ചു ജിമ്മാണ് ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ഇതാണ് കൊച്ചു ജിമ്മ്. മോർണിംഗ് 7 AM തൊട്ട് വൈകുന്നേരം 8 PM വരെ ഉണ്ട് ഗൈസ്. സമ്മർ അല്ലേ, അതുകൊണ്ടാ. വരൂ ഗൈസ്, നമുക്ക് നടക്കാം. ഇത് കാണാൻ വലിയ കാട് പോലെയൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇത് കാടൊന്നുമല്ല, ഇത് നടക്കുന്നതാണ് കേട്ടോ. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടല്ലേ, നല്ല രസമുണ്ട്. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെ റിവർ ഉണ്ട് ഗൈസ്. റിവറിൽ വെള്ളം നല്ല പോലെ പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് റിവർ ക്ലോസ് ചെയ്തത് അവർ. അല്ലെങ്കിൽ ഡേഞ്ചർ അല്ലേ ഗൈസ്, ആൾക്കാർ നടക്കും, ഇറങ്ങി നടക്കും, സ്വിമ്മിങ് ചെയ്യും. അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തത്. പിന്നെ അവിടെ കണ്ടോ ഗൈസ്, കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ടോ ഗൈസ്. നമ്മളിവിടെ മൊത്തം നടന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു മാവിൻ്റെ ചെടിയും ഒരു തേങ്ങയുടെ ചെടിയും തുളസി ഒന്നുമില്ല ഗൈസ്. ബാക്കിയെല്ലാം കുറേ അളിഞ്ഞ ചെടികളും പുല്ലും മാത്രമേ ഗൈസ് കിളിച്ച് നിൽക്കുന്നുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മാവ് പോലും കാണുന്നില്ല ഗൈസ്. ഇവിടെ കണ്ടോ ഗൈസ്, കുട്ടി അന്ന ഇരുന്ന് തിന്നുന്നുണ്ടോ ഗൈസ്. നല്ല രസമുണ്ടല്ലേ ഗൈസ്. ഇവിടെ കാണാൻ ചെറിയ കാട് പോലെ ഉണ്ടെങ്കിൽ പക്ഷേ ഇവിടെ പാമ്പില്ല, കുരങ്ങനില്ല, ഒന്നുമില്ല ഗൈസ്. ഭയങ്കര അതിശയമായിട്ടുണ്ടല്ലേ. ഞാൻ തന്നെ അതിശയിച്ചു പോയി. ഞങ്ങൾ ഇവിടെ കുറേ വട്ടം വന്നിട്ടുണ്ടായിരുന്നു, ഒരു കുരങ്ങിനെ പോലും കണ്ടിട്ടില്ല ഗൈസ്. ഒരു കൊച്ചു കൊച്ചു അണ്ണാന്മാരും കിളികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടെ അങ്ങോട്ട് പോകാനൊരു വഴിയുണ്ട്, ഇങ്ങോട്ട് പോകാനൊരു വഴിയുണ്ട് ഗൈസ്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പാർക്ക് എത്തിയിട്ട് പാർക്ക് കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളിപ്പോൾ പാർക്കിൻ്റെ സെൻറ്ററിൽ വന്നു ഗൈസ്. ഇവിടെ കുറേ കാലി സ്ഥലം പോലെ കിടക്കുന്നത്. അവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അവിടെയാണ് നമ്മുടെ പാർക്ക്. ഇത് നോക്കൂ ഗൈസ്, ആമസോൺ സ്റ്റോറി വാക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം. ഇത് നോക്കൂ. പിന്നെ ഇത് നോക്കൂ ഗൈസ്, അങ്ങനെ കുറേ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. ഇത് നോക്കൂ. പിന്നെ ഇത് നോക്കൂ, കൊച്ചോടിപ്പോന്നുണ്ടോ. പിന്നെ ഇത് അങ്ങനെ അവിടം വരെ കുറേ ഉണ്ട് ഗൈസ്. ഇതാണ് പാർക്ക്. ഇന്ന് പാർക്കിൽ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതാണ് ചിൽഡ്രൻസ് പാർക്ക്
ഗായ്സ് ഇപ്പോൾ നമുക്ക് സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 7:36 ആയി ഗായ്സ്. ഇവിടെ US-ൽ സമ്മർ വന്നു കഴിഞ്ഞാൽ 9 o'clock വരെ ഇവിടെ പകലായിട്ടിരിക്കും. അതുകൊണ്ടാണ് പാർക്ക് 8 മണി വരെ ഉള്ളത്. ആകാശത്തിൽ കുറേ ജെറ്റ് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വരയായിട്ട് കാണുന്നത്. പിന്നെ ഗായ്സ് നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം ഗായ്സ്. ഇത് നല്ല രസമുണ്ടല്ലേ. എനിക്ക് ഞാൻ വെള്ളം കാണിച്ചു തരാം ഗായ്സ്. വെള്ളം നല്ലപോലെ പൊങ്ങി കണ്ടോ ഗൈസ്. കുറേ പൊങ്ങി വെള്ളം. ലാസ്റ്റ് ടൈം ആമസോൺ പാർക്കിൽ 200 feet വരെ വെള്ളം വന്നാണ് ഗൈസ്. ഞാൻ തന്നെ അതിശയിച്ചു പോയി ഗൈസ്. 200 feet എന്നൊക്കെ പറയുമ്പോൾ എത്ര വന്നു കാണുമോ അല്ലേ. സോ ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ഒട്ടും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.